നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ചക്ക സീസണാണ്. അപ്പോൾ നമുക്ക് ധാരാളം ചക്കക്കുരു ലഭിക്കാറുണ്ട്. ഈ ചക്കക്കുരുവൊക്കെ നമുക്ക് ഒരു വർഷക്കാലം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സീസൺ കഴിഞ്ഞാലും ചക്കക്കുരു ഉപയോഗിച്ചിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കാനും കഴിക്കാനും ഒക്കെ സാധിക്കും. ചക്കക്കുരുവിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും ഒക്കെ അടങ്ങിയതാണ്. ഹൃദയാരോഗ്യത്തിന് ഏറ്റവും നല്ല ഒന്നാണ് ചക്കക്കുരു. അപ്പോൾ അതിന് ഗുണങ്ങളൊക്കെ അറിയാവുന്നവരാരും ചക്കക്കുരു വേസ്റ്റ് ചെയ്ത് കളയാറില്ല. കേരളത്തിന് വെളിയിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ചക്കക്കുരു ഒന്നും ലഭിക്കണമെന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത സീസൺ വരെ നമുക്ക് ചക്കക്കുരു യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് ഏതാണെന്ന് നോക്കാം. ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു രീതിയാണിത്. ആദ്യം നമുക്കിതുപോലെ ഒരു കവർ എടുക്കാം. 1-2 കവറുകൾ എടുക്കാവുന്നതാണ്. അതിലേക്ക് ഈ ചക്കക്കുരു ഒന്ന് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കിഴി കെട്ടിയെടുക്കാം. പണ്ടുള്ള അമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം കുറേ നാളുകൾ ചക്കക്കുരു കേടുവരാതിരിക്കും. ഇടയ്ക്ക് 1-2 ചക്കക്കുരുവൊക്കെ കേട് വന്നാൽ പോലും ഇതുപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ അധികം ചക്കക്കുരു നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കിഴി കെട്ടി കൊടുക്കുക. ഒട്ടും തന്നെ എയർ കടക്കാത്ത രീതിയിലായിരിക്കണം ഇതുപോലെ കിഴി കെട്ടി കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ കവറിലേക്ക് ഒന്നുകൂടി ഇത് വെച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. പണ്ടൊക്കെയുള്ള ആൾക്കാർ ചക്കക്കുരു സൂക്ഷിച്ചിരുന്നത് ഒരു വർഷം വരെയൊക്കെ കേടുവരാതിരിക്കുമായിരുന്നു. അത് മൺകലത്തിനുള്ളിൽ പുല്ലാഞ്ഞിയിലിടും. അതിനുശേഷം അതിൻ്റെ മുകളിൽ ചക്കക്കുരു നിറയ്ക്കും. വീണ്ടും കുറച്ച് പുല്ലാഞ്ഞിയിലിടും. അതിനുശേഷം ചക്കക്കുരു അതിന് മുകളിലിടും. അങ്ങനെ ഇട്ട് വെച്ചാണ് ചക്കക്കുരു സൂക്ഷിച്ചിരുന്നത്. ഇപ്പം നമുക്കിവിടെ മൺകലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു മൺചട്ടിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മൺകലം ഉണ്ടെങ്കിൽ അതെടുക്കുക. അതിനുശേഷം അതിലിതുപോലെ ചക്കക്കുരു കവറിനുള്ളിൽ കെട്ടി നിറച്ചിട്ട് ഇതുപോലെ ഒരു തുണിയിട്ട് അതിൻ്റെ വായ്ഭാഗം ഒന്ന് മൂടിക്കെട്ടുക. ഇങ്ങനെ ചെയ്താൽ വളരെ കാലം ചക്കക്കുരു കേടുവരാതെ ഇരിക്കും. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പ് ഏതാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു എയർ ടൈറ്റ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. ഒരുപാട് കുത്തി നിറയ്ക്കരുത്. ഒരുപാട് കുത്തി നിറച്ചാൽ ചക്കക്കുരു വേഗം തന്നെ കേടായി പോകും. കുറച്ച് മാത്രം നിറയ്ക്കുക. ധാരാളം ചക്കക്കുരു ഉണ്ടെങ്കിൽ പല പല ബാഗുകളെടുത്ത് അതിൽ നിറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഇതിലുള്ള എയർ ഫുള്ളായിട്ടൊന്ന് റിമൂവ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ കവറൊന്ന് നന്നായിട്ടൊന്ന് സീൽ ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ കുറേ കാലം സൂക്ഷിക്കാവുന്നതാണ്. ചക്കക്കുരു നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പച്ച ചക്കക്കുരു ആണെങ്കിൽ നല്ലതുപോലെ കഴുകി വെയിലത്ത് നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ഈ ടിപ്പുകളൊക്കെ ചെയ്ത് നോക്കാവുള്ളൂ. ചക്കക്കുരു കഴുകുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പാടയൊക്കെ ഉണ്ടാവും. അതൊക്കെ നല്ലപോലെ റിമൂവ് ചെയ്ത് വൃത്തിയായി കഴുകി നല്ല വെയിലത്ത് ഉണക്കിയെടുത്തിട്ട് വേണം നമ്മളിതുപോലെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. നല്ലപോലെ എയറൊക്കെ മാറ്റിയതിന് ശേഷം നമുക്ക് ഇതുപോലെ എടുത്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഇത് നമുക്കൊന്ന് ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുക്കാം. ഒറ്റ വിസിലടിച്ചാൽ മതി. ഒരുപാട് വിസിലടിക്കേണ്ട. ചിലപ്പോൾ നന്നായിട്ട് വേവുന്ന ചക്കക്കുരു ആണെങ്കിൽ ഒറ്റ വിസിലിൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ചക്കക്കുരുവിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതൊന്ന് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യേണ്ടതെങ്കിൽ ആവി കയറ്റി എടുക്കുകയും ചെയ്യാം. ഇത് നമ്മളിപ്പോൾ പുഴുങ്ങിയെടുത്തതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഇഡലിത്തട്ടിലൊക്കെ വെച്ചിട്ട് ആവി കയറ്റിയും വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതാ ഇതിൻ്റെ തോലൊക്കെ ഇതുപോലെ കളയാം. ഇതിൻ്റെ ചുവന്ന തോല് കളയണ്ട. ഇതിൻ്റെ മുകളിലുള്ള വെള്ള തോല് മാത്രം കളഞ്ഞാൽ മതി. ആ വെളുത്ത തോല് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നീളത്തിലോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി. നമുക്ക് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത് ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ പിന്നീട് ഇത് തോരനൊക്കെ ആയിട്ടാണ് വെക്കുന്നത്, അല്ലെങ്കിൽ ചക്കക്കുരു മാങ്ങയൊക്കെ ഉണ്ടാക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇത് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ചക്കക്കുരു എല്ലാം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഉണങ്ങിയെടുക്കണം. ഒട്ടും തന്നെ ഈർപ്പമില്ലാത്ത രീതിയിൽ വെയിലത്ത് ഇതുപോലെ ഒന്ന് ഉണങ്ങിയെടുക്കുക. ഇതുപോലെ നമ്മൾ പുഴുങ്ങി ഉണക്കിയെടുത്താൽ കുറേ കാലം നമുക്ക് ഈ ചക്കക്കുരു സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. നമ്മൾ മാങ്ങയൊക്കെ ഉണങ്ങിയെടുത്ത് അച്ചാറിടുന്നില്ലേ, ആ ഒരു രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതുപോലെ ഒരു എയർ ടൈറ്റ് ബാഗിനകത്താക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഫ്രീസറിലും നമുക്കിത് വെക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 6 മാസം വരെയൊക്കെ ഇത് കേടുവരാതെ ഇരിക്കും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. പണ്ടൊക്കെ ആളുകൾ ചക്കക്കുരു കേടുവരാതിരിക്കാനായിട്ട് ഈ ഒരു രീതിയിലും ചെയ്യാറുണ്ട്. അതിനായിട്ട് നമ്മൾ കുറച്ച് മണൽ എടുത്തിട്ടുണ്ട്.
ഇത് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ളതും പാടില്ല, എന്നാൽ ഒരുപാട് കുഴഞ്ഞ രീതിയിലുള്ള മണലും പാടില്ല. ഒരു മീഡിയം ടൈപ്പിലുള്ള മണ്ണായിരിക്കണം വേണ്ടത്. ഇനി ഞാനൊരു വലക്കൊട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. പേപ്പർ വെച്ചാൽ പെട്ടെന്ന് നനവ് ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് പേപ്പർ വെക്കേണ്ട. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കീറിയത് വെച്ച് കൊടുത്താൽ മതി. അതിലേക്ക് ഞാൻ കുറച്ച് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ചക്കക്കുരു ഉണ്ടല്ലോ, അത് ഈ മണ്ണിലേക്കൊന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. എൻ്റെ മുത്തശ്ശിയൊക്കെ ചെയ്തു വന്ന ഒരു രീതിയാണിത്. അവർ ഇതുപോലെ കൊട്ടയല്ല എടുത്തിരുന്നത്, 4 കട്ടകൾ എടുത്തിട്ട് അത് അടുക്കി വെക്കും. അതിനുശേഷം സ്ക്വയർ രീതിയിൽ അടുക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മണ്ണ് നിറച്ചിട്ട് ചക്കക്കുരു ഇട്ട് അതിനുശേഷം ഇതുപോലെ തന്നെ ചക്കക്കുരുവിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് നിറയ്ക്കുകയാണ് പതിവ്. ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ആ ഒരു രീതി പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കാണിക്കുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് മണ്ണിട്ട് കൊടുക്കുക. ഒരുപാട് മണ്ണ് നിറച്ച് അങ്ങനെ നമ്മൾ ചെടി നടുന്ന പോലെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് മൂടി നിൽക്കുന്ന രീതിയിൽ നമുക്ക് മണ്ണിട്ട് കൊടുത്താൽ മതിയാവും. ഇനി നമ്മളിത് ഒരുപാട് ഡ്രൈ ആവാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെറിയ രീതിയിൽ നനച്ച് കൊടുക്കുകയും വേണം. ഒരുപാട് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചക്കക്കുരുവിൻ്റെ മുള പൊട്ടും. അങ്ങനെ മുള പൊട്ടിയാൽ ആ മുള അടത്തി കളഞ്ഞതിന് ശേഷം വീണ്ടും ചക്കക്കുരു മണ്ണിൽ തന്നെ വെക്കാവുന്നതാണ്. ഇങ്ങനെ മുള പൊട്ടിയ ചക്കക്കുരുവിന് പ്രത്യേകിച്ച് രുചിമാറ്റമൊന്നും ഉണ്ടാവാറില്ല, പക്ഷേ ചിലപ്പോൾ മധുരം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മഴക്കാല സമയത്ത് പണ്ടൊക്കെ നമ്മളിങ്ങനെ ചക്കക്കുരു ചുട്ട് കഴിക്കുമായിരുന്നു. അപ്പോൾ ഈ മധുരമുള്ള ചക്കക്കുരു ചുട്ട് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സോ അല്ലാതെ ഗ്ലാസിൻ്റെ ബോക്സോ ഏതാണെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ന്യൂസ് പേപ്പർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ നല്ല കട്ടിയിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. തീരെ നൈസായിട്ട് ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കരുത്, നല്ല കട്ടിയിൽ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുക. അതിനുശേഷം ചക്കക്കുരു ഇതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചിടുക. ഒരുപാട് തിക്കിയിടരുത്. മുൻപ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇങ്ങനെ തിക്കിയിട്ടിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു പെട്ടെന്ന് തന്നെ കേടുവരും. അതിനുശേഷം നല്ല കട്ടിയുള്ള ഒരു ന്യൂസ് പേപ്പർ അതിന് മുകളിലായി ഒന്നുകൂടി വിരിക്കുക. ഇനി വീണ്ടും നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം മുൻപ് ചെയ്ത പോലെ തന്നെ ന്യൂസ് പേപ്പർ വീണ്ടും അതിന് മുകളിലേക്ക് ഒരു ലെയർ കൂടി വയ്ക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താലും കുറേ കാലം നമുക്ക് ചക്കക്കുരു സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇന്ന് കാണിച്ച ടിപ്സുകളിൽ ഏതെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വീണ്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. ടേക്ക് കെയർ. ബൈ.